വയനാട് ജില്ലാ വിത്തുത്സവമാണ് നമ്മുടെ ഈ വയനാട് മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വിത്തുത്സവ സ്റ്റാളുകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എത്രയോ മനോഹരമാണ്. ഫെയർ അലയൻസ് കേരളയുടെ ഈ വർഷത്തെ വിത്തുത്സവം ജില്ലാതലത്തിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാളുകളിലും വിളവൈവിധ്യങ്ങളുടെയും ആളുകളുടെ സജീവതയും കൊണ്ട് ഈ വർഷത്തെ കാസർഗോഡ് നടന്ന വിത്തുത്സവത്തിലായാലും വയനാട്ടിൽ നടക്കുന്ന വിത്തുത്സവത്തിലായാലും ഏറ്റവും മനോഹരമായ സ്റ്റാളുകൾ ഒരുക്കാൻ നമ്മളുടെ കർഷകർക്ക് കഴിയുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന ഉത്സവമായി തന്നെ മാറുകയാണ് ഫെയർ അലയൻസ് കേരളയുടെ വിത്തുത്സവം. ഈ വർഷത്തെ വിത്തുത്സവത്തിൽ നമ്മൾ ഓരോ സ്റ്റാളുകളും പരിശോധിക്കുമ്പോൾ ഓരോ കൃഷിയിടത്തിലെയും വിളവൈവിധ്യങ്ങളുടെയും അതിൻ്റെ മനോഹാരിതയെയും കൃത്യമായി അവർക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ്. കർഷകർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും അതുപോലെ തന്നെ സ്ത്രീകളുടെ വനിതാ ശാക്തീകരണം എന്ന നമ്മളുടെ പ്രൊജക്റ്റ് തന്നെ ഈ വർഷത്തെ നമ്മുടെ വയനാട്ടിലെ വിത്തുത്സവത്തിൽ വളരെ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം സ്ത്രീകളുടെ സ്റ്റാളുകളും SHG സ്റ്റാളുകളും വളരെ മനോഹരമായി തന്നെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും മനോഹരമായി അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും ഒരു അഭിമാനമായ നേട്ടമാണ്. നമ്മളുടെ ഈ ഉത്സവത്തിൽ അവർക്ക് പങ്കാളിത്തം കൊണ്ട് അവർക്ക് ഏറ്റവും മനോഹരമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വിളവൈവിധ്യം കൊണ്ടും വിചാരിച്ചതിനേക്കാൾ ഏറ്റവും മനോഹരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ വയനാടിലെ ജില്ലാ സമിതി അംഗങ്ങൾക്കും അതിൽ പങ്കെടുത്ത എല്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്കും നേതൃത്വം നൽകിയവർക്കും സ്റ്റാളിൽ 2-3 ദിവസങ്ങളായി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവർ ഏറ്റവും മനോഹരമായി തന്നെ സ്റ്റാൾ ഒരുക്കുകയും അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയും വരും കാലങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ അവർക്ക് നമ്മുടെ വിത്തുത്സവത്തിൽ പങ്കാളികളാകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.